ഇന്ന് നമ്മുടെ കുട്ടിമണീസിനെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ബൺസ് എടുത്തിട്ടുണ്ട്. ഈ 5 ബൺസ് 10 രൂപയുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഗ്ലിറ്റർ ഉള്ള ഫോം ഷീറ്റും ഗ്ലിറ്റർ ഇല്ലാത്ത കുറച്ച് ഫോം ഷീറ്റും ഇതുപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും 2 സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വലുതും കുറച്ച് ചെറുതുമായ സൈസിൽ. ഇനി നമുക്ക് വലിയ സൈസ് എടുത്തിട്ട് ഇതുപോലെ 2 വശവും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ആയി പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ തിരിച്ചു വെച്ചിട്ടും അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും ഇതുപോലെ വീണ്ടും ഒന്ന് ഈക്വൽ ഷേപ്പിനൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഈക്വലായിട്ട് കിട്ടിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ കൊണ്ട് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈക്വൽ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഒരുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസിൻ്റെയും സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പീസിൻ്റെയും ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും കൂടെ വെച്ചിട്ട് അതേപോലെ തന്നെ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനൊന്ന് ഈ പീസസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഏകദേശം 4 ബൺസോളം ഉണ്ട്. അപ്പോൾ ആ 4 ബൺസിലും കൂടി ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഗ്ലിറ്റർ ഫോം ഷീറ്റും ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും 2 അളവിലാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചില്ലേ അതേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചിട്ടും ആദ്യം ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഒന്ന് വളച്ചൊന്ന് വെട്ടിക്കൊടുക്കാവേ. ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നമുക്ക് ആയി കിട്ടും. ഇപ്പോൾ ഈ ഫോം ഷീറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്തിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് അതിൻ്റെ ഒരു ഇതിലുണ്ടല്ലോ അത് നമുക്ക് വെട്ടിക്കളയാം. അത് വേണ്ട. ഇനി ഇത് എത്രയും മതി. ഇനി നമുക്കിതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്കൊന്ന് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് 2 പീസും കൂടെ അതെങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അടുത്ത ഗ്ലിറ്ററുള്ള ഫോം ഷീറ്റ് ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ട് ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ ഉള്ള ഗ്ലിറ്റർ ഷീറ്റായിരുന്നു ഇത്. അപ്പോൾ അത് സ്റ്റിക്കർ ഇളക്കിയിട്ട് ഓൾറെഡി അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ബീഡ്സും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ബണ്ണെടുക്കാം. ഈ ബണ്ണിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചും കൂടെ എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ തലയിലിടാൻ അത് അടിപൊളിയായിരിക്കും കാണാൻ. നമുക്ക് ഹെയർ ബാൻഡായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ബോയ് ആയിട്ടും ഒക്കെ ഇതുപോലെ ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ വീട് വെച്ചിരുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗി തോന്നുന്നത് ഇതുപോലുള്ള വെള്ള മുത്ത് വെച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുത്തില്ലേ അതിനകത്തെല്ലാം ഇതുപോലെ വെള്ള മുത്താണ് കേട്ടോ. പിന്നെ ഇളക്കി മാറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബണ്ണാണ്. അധികം വർക്കൊന്നുമില്ല. എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് തലയിൽ വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഏത് ഡ്രസ്സിന് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ പൈസ വളരെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ. ഒരു ഷീറ്റിന് 10 രൂപ റേറ്റൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ഗ്ലിറ്റർ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ചിട്ട് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടും വളരെ എളുപ്പമായിട്ടും ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡ്സുകൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. കുട്ടികൾക്ക് തലയിലിട്ട് കൊടുക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്കിപ്പോൾ കടയിൽ പോയി വാങ്ങാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ. എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ക്രാഫ്റ്റ് അല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. ക്രാഫ്റ്റ് അല്ലെങ്കിലും ഇതും ഒരു കലയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ അത്രയും തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ 4 ബൺസും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ നമ്മുടെ കുട്ടിമണീസിനെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമോൾക്ക് ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ കൂടി ഒന്ന് നമ്മുടെ ബൺസ് എല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ബൺസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.